വാറ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനോ വന്നാൽ ഗവൺമെന്റ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഹെഡ്ജ് ഫണ്ട്സ് ഇവരെല്ലാം ഇന്ന് ലോകത്ത് പവർഫുള്ളും സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതുമായ ഒരേ ഒരു കമ്മോഡിറ്റിയാണ്. അതാണ് ഗോൾഡ്. പക്ഷേ ഗോൾഡിനേക്കാളും പവർഫുൾ ആവാൻ ചാൻസ് ഉള്ളതും ഏറ്റവും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ളതും കഴിഞ്ഞ 6 മാസത്തിൽ ഏകദേശം 110% മുകളിൽ റിട്ടേൺ കൊടുത്തിട്ടുള്ള ഒരേ ഒരു കമ്മോഡിറ്റിയാണ് സിൽവർ. ഫ്യൂച്ചറിൽ ഗോൾഡിനെ പോലെ ഒരു കമ്മോഡിറ്റി ആവാൻ ചാൻസ് ഉണ്ടോ സിൽവർ, അല്ലെങ്കിൽ എന്താണ് സിൽവറിന്റെ ഫ്യൂച്ചർ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ സ്റ്റഡി നടത്താം. ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് സിൽവറിന്റെ ഫ്യൂച്ചർ എന്ന്. ഇത് നമ്മൾ രണ്ട് രീതിയിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ബുള്ളിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, രണ്ട് ബീറിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതായത് സിൽവറിന്റെ ഡിമാൻഡ് കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ, രണ്ടാമത് സിൽവറിന്റെ ഡിമാൻഡ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യം നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ലോകത്തില് ഒരു വർഷം മൊത്തം ഉണ്ടാക്കുന്ന സിൽവറിന്റെ 16% നമ്മുടെ ഈ സോളാർ പാനൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് സിൽവറിൽ ഈ ഒരു ഒറ്റ ഇൻഡസ്ട്രിക്ക് മാത്രം വളരെ വലിയൊരു ഷെയർ ആണുള്ളത്. ഈ സോളാർ പാനൽസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സിൽവർ ആണ് ഉപയോഗിക്കുന്നത്. സിൽവർ ഇല്ലാതെ വേറെ ഒരു സാധനത്തിനും ഇത്ര എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് സോളാർ പാനൽസിലെ സിൽവറിന് ഇത്രയും ഷെയർ. അതുപോലെ ഇന്ന് ലോകത്തിൽ സോളാർ പാനൽസിന്റെ അഡോപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇപ്പൊ പുറത്ത് നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റിൽ പോലും ഇപ്പൊ സോളാർ പാനൽസ് ആണ് വെക്കണേ. ഇത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുക. സിൽവറിന്റെ ഡിമാൻഡ് കൂടാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേറൊരു കാര്യമാണ് ഇന്ന് ഇവിയിലുള്ള സോളാർ കപ്പാസിറ്റി ഏകദേശം 270 ജിഗാവാട്ട് ആണ്. 2030 അവർ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം 700 ജിഗാവാട്ട് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, എന്താണ് ഈ ഇ അതുപോലെ എന്താണ് ജിഗാവാട്ട്? ഇത് രണ്ടും ഞാൻ ക്ലിയർ ആക്കി തരാം. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ 27 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുണ്ടാക്കിയ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ യൂണിയൻ ആണ് ഈ ഇ. എക്സാമ്പിള് ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ഇങ്ങനെ 27 രാജ്യങ്ങൾ. അപ്പൊ ഈ ഇ എന്താണ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 27 രാജ്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് കോമൺ ആയിട്ടുള്ള ഗോൾസ്, കോമൺ ആയിട്ടുള്ള റൂൾസ് വെക്കും. ഇപ്പൊ എക്സാമ്പിള് കോമൺ ആയിട്ടുള്ള ഒരു കറൻസി യൂറോ, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ട്രേഡ് റൂള്, ഇങ്ങനെ. അപ്പോ ഇ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇനി GW അല്ലെങ്കിൽ ജിഗാവാട്ട് എന്താണെന്നും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് ക്ലിയർ ആവും. 1 വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു LED ബൾബ് തെളിക്കാനുള്ള ഇലക്ട്രിസിറ്റി. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട് മൊത്തം തെളിക്കാനുള്ളത്. 1 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റി മുഴുവൻ തെളിക്കാനുള്ളത്. 1 ജിഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ മൊത്തം തെളിക്കാനുള്ളത്. ഇന്ത്യ മുഴുവൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ആകെയുള്ള ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 450 ജിഗാവാട്ടാണ്. അതായത് ഈ യൂറോപ്യൻ യൂണിയൻ 2030 എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം 700 വാട്ട് സോളാർ ടാർജറ്റാ. അത് നമ്മുടെ ഇന്ത്യ മൊത്തം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയേക്കാൾ വളരെ വലുതാ. അതിന് നമുക്ക് ടണ്ണ് കണക്കിന് സിൽവറിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിൽവറിൽ എത്ര വലിയ ഡിമാൻഡാണ് വരാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലോകം മുഴുവൻ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ അഡോപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് കാറായി, ഇലക്ട്രിക് ബൈക്കായി, അങ്ങനെ ഒരുപാട്. അപ്പോ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഏകദേശം 25 മുതൽ 50 ഗ്രാം സിൽവർ വേണം. ഇന്ന് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ സിൽവറിന്റെ ഡിമാൻഡ് ഏകദേശം 3.4% ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കണം. അപ്പോ ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടുമ്പോൾ നമ്മുടെ സിൽവറിന്റെ ഡിമാൻഡ് കൂടാനാണ് ചാൻസ് ഉള്ളത്. ലോകം മുഴുവൻ ഒരു വർഷം മൈൻ ചെയ്തെടുക്കുന്ന സിൽവർ എന്ന് പറഞ്ഞാൽ ഏകദേശം 80 കോടി ഔൺസ് സിൽവറാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ OZ അല്ലെങ്കിൽ ഔൺസ് എന്ന്? അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് പച്ചക്കറിയൊക്കെ മേടിക്കൂലേ, അതെന്താണ്? കിലോ എന്ന രീതിയിൽ നമ്മൾ മേടിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ ലിറ്റർ. അതുപോലെയാണ് ഈ സിൽവർ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ ട്രൈ ഔൺസ് എന്ന് പറയും, അല്ലെങ്കിൽ ഔൺസ് എന്ന് പറയും. 1 ട്രൈ ഔൺസിലുള്ള ഏകദേശം 31.1 ഗ്രാം സിൽവറാണ്. അത് ഏകദേശം നമ്മുടെ ഈ ഡയറി മിൽക്കിന്റെ ഒരു പീസൊക്കെ ഇല്ലേ, അത്രയും വരും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഒരു വർഷം മൈൻ ചെയ്തെടുക്കുന്ന ഏകദേശം 80 കോടി ട്രൈ ഔൺസ് സിൽവറാ. പക്ഷെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഏകദേശം 96 to 100 കോടി വേണം. അപ്പോ ഈ 16 to 20 കോടിയുടെ കുറവ് നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ നിലവിലുള്ള നമ്മുടെ സിൽവർ റീസൈക്കിൾ ചെയ്തും അതുപോലെ സ്ക്രാപ്പിൽ നിന്നുള്ളതൊക്കെ വെച്ചുകൊണ്ട് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഈ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ളതിന്റെ ഇതും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഉണ്ടാവുന്ന കുറവ് കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2020 മുതൽ നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ കുറവ് നമ്മൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന 80 കോടി ഔൺസ് സിൽവറിനേക്കാളും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇതെങ്ങനെയാണ് സിൽവറിന്റെ ഡിമാൻഡ് കൂടാൻ കാരണം എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണും. സപ്ലൈ കുറവാണ്, മാർക്കറ്റിൽ ഉള്ളതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഡിമാൻഡ് കൂടുതലാണ്.
ഈ ഗോൾഡും സിൽവറും രണ്ടും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റലാ. അതുപോലെ ഇത് രണ്ടും തമ്മിൽ ഒരു സെയിം ആയിട്ടുള്ള ഒരു റിലേഷനാ ഉള്ളത്. അതായത് ഇപ്പോ ഗോൾഡിന്റെ വില കൂടുമ്പോൾ സിൽവറിന്റെ വിലയും കൂടും, അതുപോലെ ഗോൾഡിന്റെ വില കുറയുമ്പോൾ സിൽവറിന്റെ വില കുറയും. ഇത് നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനോ വാറോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഗോൾഡിലുള്ള റിസർവ് കൂട്ടും. കാരണം ഈ ഗോൾഡ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു അസറ്റ് ആയിട്ടാണ് എല്ലാവരും തന്നെ കാണുന്നത്. അപ്പൊ ഗോൾഡ് കൂടുമ്പോൾ നമ്മുടെ സിൽവറിന്റെ വിലയും കൂടെ കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഗോൾഡിനേക്കാളും കുറച്ചും കൂടെ ചീപ്പായിട്ട് ഈ സിൽവർ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സിൽവറിലുള്ള റിസർവും കൂടുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ സിൽവറിന്റെ ഡിമാൻഡ് കൂടാൻ ഒരു കാരണമാവുന്നുണ്ട്. പണ്ട് നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ 4G നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വലിയ സ്പീഡൊന്നുമില്ല, പക്ഷെ നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് അത് യൂസ് ചെയ്യുകയും ചെയ്യും. അതിനേക്കാളും 100 മടങ്ങ് സ്പീഡോട് കൂടിയ ഈ 5G നെറ്റ്വർക്ക് വന്നത്. അപ്പോ ഈ 5G നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് മൊത്തം വേണ്ടിയിട്ട് മില്യൺസ് ഓഫ് സ്മോൾ ആയിട്ടുള്ള ടവേഴ്സ് പ്ലാൻ ചെയ്യണം. അപ്പൊ ഈ ഓരോ ടവറിനും ഹ്യൂജ് ആയിട്ടുള്ള സിൽവറിന്റെ ആവശ്യമുണ്ട്. 2030 നമ്മുടെ ഇന്ത്യയിൽ മാത്രം പ്ലാൻ ചെയ്തേക്കുന്ന ഏകദേശം 1 മില്യൺ ടവേഴ്സാ, അതും 5Gക്ക് വേണ്ടി മാത്രം. അപ്പൊ അതിന് എത്രത്തോളം ടണ്ണ് കണക്കിന് സിൽവർ ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഊഹിക്കാൻ പറ്റും. നിങ്ങൾ ഈ ChatGPT, ജെമിനി, ഗൂഗിള് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോകത്തിലുള്ള പല ഭാഗത്തുള്ള ബിൽഡിംഗ് നിറയെ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടാണ് അത് പ്രോസസ് ചെയ്യണേ. അതിനെയാണ് ഈ ഡേറ്റാ സെന്റർ എന്ന് പറഞ്ഞത്. ആ AI ഡേറ്റാ സെന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടണ്ണ് കണക്കിനുള്ള സിൽവറിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ ഫോണ്, ലാപ്ടോപ്പ്, TV ഇതിന്റെ എല്ലാം ഉള്ളില് ടൈനി ചിപ്പ് ഉണ്ട്. അതിനെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഈ ചിപ്പിന്റെ ഉള്ളില് ബില്യൺസ് ഓഫ് കണക്ഷൻസ് ഉണ്ട്. ഈ കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ലോകത്ത് ഒരു വർഷം 1 ട്രില്യണിലധികമാണ് ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോ ചിപ്പിനും നമ്മുടെ സിൽവർ പേസ്റ്റ് വേണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബുള്ളിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഫ്യൂച്ചറിൽ എത്രയും വലിയ ഡിമാൻഡാണ് നമ്മുടെ സിൽവറിൽ വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ സിൽവറിന്റെ പ്രൈസ് എത്രയും പോകുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലൊന്ന് കൂട്ടിക്കാണും. പക്ഷേ ഈ ഡിമാൻഡ് കൂടുന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, ബീറിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടെ പറയണ്ടേ. അതും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണം തീരുമാനിക്കാൻ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് സിൽവർ എന്ന്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ബീറിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് നമുക്ക് അടുത്തത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു സോളാർ പാനൽസിലെ സിൽവറിൽ വരാൻ പോകുന്നത് വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷേ ഒരു കുറച്ച് മാസം മുമ്പ് $75 നിന്ന് സിൽവർ ഏകദേശം ഒരു $120 വരെ പോയായിരുന്നു. അപ്പൊ ഈ മാനുഫാക്ചേഴ്സ്, അതായത് നമ്മുടെ ഈ സോളാർ പാനൽസ് ഉണ്ടാക്കുന്ന ഈ ഒരു മാനുഫാക്ചേഴ്സിന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വന്നു. ആ ഒരു സമയത്ത് ഇവർക്ക് വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സിൽവറിൽ കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സിൽവറിൽ ഉണ്ടായിരിക്കുന്ന അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവരങ്ങ് കുറച്ചു. 2010 ഏകദേശം 8 ഗ്രാം സിൽവർ വേണം ഒരു സോളാർ പാനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ 2024 ആയപ്പോഴത്തേക്കും അത് 2.5 ഗ്രാമിലോട്ട് കുറച്ചു. ഫ്യൂച്ചറിൽ 1 ഗ്രാമിലോട്ട് കുറയ്ക്കാനാണ് ഈ മാനുഫാക്ചേഴ്സ് ശ്രമിക്കുന്നത്. അപ്പോ യൂസ് കുറയുന്നതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറയാനും അവിടെ സാധ്യത കാണുന്നുണ്ട്. നമുക്കറിയാം സിൽവർ വെച്ചുകൊണ്ടുള്ള ഒരുപാട് ജ്വല്ലറി ഐറ്റംസ്, മാച്ചായി, മാലയായി, ചെയിനായി, അങ്ങനെ ഒരുപാട് അതിന് നല്ല ഡിമാൻഡും ഉണ്ട്. അപ്പോ നമ്മുടെ ഈ സിൽവറിന്റെ വില ഏകദേശം $120 കൂടിയപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഈ ഒരു സിൽവറിന്റെ ഉപയോഗങ്ങൾ കുറച്ചു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാധാരണക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാതെയും വന്നു. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു കടയിൽ ഒരു ആപ്പിൾ മേടിക്കാൻ പോവാ. 1 കിലോ ആപ്പിളാണ് മേടിക്കാൻ പോണത്, നിങ്ങളുടെ കയ്യിൽ 100 രൂപയുള്ളൂ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ആപ്പിൾ 200 രൂപയാണ് വില എന്ന് നിങ്ങൾ കണ്ടു. അപ്പൊ നിങ്ങൾ എന്നാ ചെയ്യണേ? ഒന്നെങ്കിൽ നിങ്ങൾ 1/2 കിലോ മേടിക്കും, അല്ലെങ്കിൽ മേടിക്കില്ല. ഈ ഒരു സെയിം കാര്യമാണ് ഇവിടെ നടക്കണേ. വില കൂടിയപ്പോഴത്തേക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വന്നു. അപ്പൊ ആൾക്കാർ മേടിക്കലങ്ങ് കുറച്ചു. അപ്പൊ എന്താണ്? ഡിമാൻഡ് അല്ലെങ്കിൽ പ്രൈസ് കുറയും. നമ്മുടെ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു, അതുപോലെ വാറ്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ഇതൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ എക്കണോമി സ്ലോ ഡൗൺ ആവണേ. ഈ എക്കണോമി സ്ലോ ഡൗൺ ആകുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കമ്പനീസിലുള്ള സെയിൽസ് കുറയുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു, അതുപോലെ ആൾക്കാർ അനാവശ്യമായിട്ട് ചെലവാക്കുന്നത് കുറയ്ക്കുന്നു, പൈസ കുറച്ചും കൂടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു എക്കണോമി സ്ലോ ഡൗൺ ആകുമ്പോൾ സംഭവിക്കണേ. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ സിൽവറിന്റെ ഡിമാൻഡ് മാത്രമല്ല, എല്ലാ സ്റ്റോക്കിന്റെ ഡിമാൻഡും കുറയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ കൊറോണ വൈറസ് വന്നപ്പോഴത്തേക്കും നിഫ്റ്റിയിൽ വലിയൊരു കറക്ഷൻ ഉണ്ടായില്ലേ? അതാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിംഗ് ഹബ്ബാണ് ചൈന. ഹ്യൂജ് ഇലക്ട്രോണിക് പ്രൊഡ്യൂസേഴ്സ്, ബിഗ്ഗസ്റ്റ് സോളാർ പാനൽ മാനുഫാക്ചേഴ്സ്, മാസീവ് കൺസ്ട്രക്ഷൻ മാർക്കറ്റിംഗ്, മേജർ EV പ്രൊഡ്യൂസേഴ്സ്, ഇങ്ങനെ ഒരുപാട്. അതുകൊണ്ട് ചൈനയാണ് സിൽവറിന്റെ ഏറ്റവും വലിയൊരു കൺസ്യൂമേഴ്സിൽ ഒന്ന്.
പക്ഷെ ഇപ്പൊ ചൈനയിൽ കുറച്ച് മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം കൊണ്ട് അവിടുത്തെ എക്കണോമി സ്ലോ ഡൗൺ ആണ്. അതുകൊണ്ട് അത് നമ്മുടെ സിൽവറിന്റെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ബിയറിഷ് ഫാക്ടേഴ്സിൽ നിന്നും ബുള്ളിഷ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നും എന്താണ് സിൽവറിന്റെ ഫ്യൂച്ചർ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് ആരും കരുതരുത്. സ്വന്തമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയി നമുക്ക് പിന്നെ കാണാം. ദിസ് ഇസ് ഹരികൃഷ്ണ സൈനിങ് ഓഫ്.